കർത്താവിൽ എല്ലാവർക്കും വന്ദനം. നമ്മുടെ പ്രാർത്ഥനകളുടെ 18ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ അവസാന ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ മതിൽ പണിയുക എന്നൊരാശയത്തിലാണല്ലോ നടക്കുന്നത്. കൊരിന്തിയ സഭയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആ മതിൽ പണി എന്ന് വിശകലനം ചെയ്യുന്നത്. അതിനകത്ത് വിനിത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവിക കാഴ്ചപ്പാടുള്ള ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് ദൈവരാജ്യ സംസ്കാരത്തിൽ സഭകൾ സ്ഥാപിച്ച് വളർത്തണം. മനസ്സിലായില്ലേ? ദൈവരാജ്യ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പറയേണ്ടി വരും. ദൈവരാജ്യ സംസ്കാരത്തിൽ കാര്യം കിങ്ഡം കൾച്ചർ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പൗലോസ് സഭയെ 2 നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. 1, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി; 2, നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഇത് ദൈവത്തിന്റെ കൃഷിയാണ്, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമാണ്. ഇപ്പൊ നമ്മൾ ചാത്തന്നൂരിൽ ഇൻ ക്രൈസ്റ്റ് എന്നൊരു സഭ നടത്തുന്നു. നമ്മൾ അതിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു. ഇതൊരിക്കലും നമ്മുടെ കുടുംബ സ്വത്തോ അല്ലെങ്കിൽ റെയ്സൺ തോമസിന്റെ ചർച്ച എന്ന് പറയാനൊക്കത്തില്ല. ഇത് ദൈവത്തിന്റെ കൃഷിയാണ്. ദൈവം കാലാകാലങ്ങളിൽ എവിടെയോ നട്ടു വളർത്തിയ കുറെ വിത്തിനെ നമ്മുടെ കയ്യിൽ ഒരു കാലഘട്ടം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അതിന്റെ മേൽനോട്ടക്കാർ മാത്രമാണ്. എന്നാൽ പല ചർച്ചകളും അവരങ്ങനൊരു കാഴ്ചപ്പാടിലല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വിശ്വാസികൾക്ക് ആ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നില്ല. പിശാചിന് ഭയങ്കര ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും അവർക്ക്. ഈ കിങ്ഡം കൾച്ചർ എന്ന് പറയുമ്പോൾ ഈ നമ്മള് ഇപ്പൊ ഒരു പണിയെടുക്കുകയാണെങ്കിൽ തന്നെ, ഒരു വീട് പണിയെടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് എന്താ മേസ്ത്രി പണിക്കാര് കാണും, ഇലക്ട്രീഷ്യന്മാര് കാണും, ഒത്തിരി പല ടൈപ്പ് പ്ലംബിംഗ് കാണും, അതേപോലെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ പ്ലംബർക്ക് ഒരിക്കലും ഇലക്ട്രീഷ്യനോട് അസൂയ തോന്നേണ്ട ആവശ്യമില്ല. ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പ്ലംബറിന്റെ ജോലി എന്താണെന്ന് തിട്ടമായിട്ട് അറിയാം. അത് മാത്രം ചെയ്താൽ മതി. അത് ഏറ്റവും നന്നായി ചെയ്യാനും പറ്റും. അപ്പൊ ഇതേപോലെ തന്നെയാണ് ദൈവരാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അവരൊരു തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും വേറൊരാളുടെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, ഒരു മത്സരം അവിടെ ഉണ്ടാകുന്നില്ല. അവിടെ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ളത് വരുന്നില്ല. അവിടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം അങ്ങനെ. പ്രത്യേകിച്ച് ഈ മലയാളികൾക്കിടയിൽ ഒത്തിരി സഭകൾ ഉണ്ടാകുമ്പോഴേ, ഞാൻ ഈ ഇടക്കാലങ്ങളിലെല്ലാം ആൾക്കാർ, ഞാനൊരു സഭയെ അങ്ങ് അടിച്ചു, ഞാൻ അവിടെ ഒരു സഭയെ അങ്ങ് അടിച്ചു കൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു സ്ലാങ് തന്നെ എന്തോ വലിയ അപകടമെന്നറിയോ? കോഴിക്കോടാണോ അത് അടിച്ചു കൂട്ടാനായിട്ട്? എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൊല്ലത്തൊരെണ്ണം അടിച്ചൂടെ, തിരുവനന്തപുരത്തൊരെണ്ണം അടിച്ചൂടെ? ഇത് അടിക്കുന്നതോ തല്ലിക്കൂട്ടുന്നതോ അല്ല. ദൈവം ഒരു ദേശത്തൊരു ദൈവദാസനെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ സ്വപ്നമാണ്. മനസ്സിലായില്ലയോ? ശൗലിനെ ദൈവം എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വപ്നമാണത്. ശൗല് പോയപ്പോൾ ദൈവത്തിന് എന്തോ ഒരു ദുഃഖമായിരുന്നു അറിയാം. അപ്പൊ ദാവീദിനെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു സ്വപ്നമാണ്. ദൈവദാസന്മാരെ, നിങ്ങളെ ഓരോ ദേശത്ത് ദൈവം ആക്കിയിരിക്കുന്നത് ഭയങ്കര ദൈവത്തിന്റെ സ്വപ്നത്തിലാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെ നോക്കുന്ന പണിയാണ്. നോക്കിയേ, ദൈവത്തിന്റെ മക്കളെ നോക്കുന്ന പണി, മക്കളും അവകാശികളുമായ ദൈവത്തിന്റെ മക്കളെ നോക്കുന്ന ആളാണ് ഞാനിങ്ങനെ പലപ്പോഴും പേടിച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് അടുത്ത തലമുറയിലെ രാജാവാകേണ്ട ഒരാളെ ചെറുപ്പത്തിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് വളർത്താൻ തന്നാൽ നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് വേണം അതിനെ വളർത്താൻ. ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതാണ്, മോനെ, നിന്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അടുത്ത പിന്തുടർന്നക്കാരനല്ല, സ്വർഗത്തിലെ അപ്പന്റെ മക്കളെയാണ് നീ പരിപാലിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഒരു മണവാട്ടി കല്യാണത്തിന് തൊട്ട് മുമ്പ് പോയി ബ്യൂട്ടീഷ്യന് പോയി കാണുന്നത് പോലെ കർത്താവിന്റെ മണവാട്ടിയായ സഭയെ ആ പെർഫെക്ഷനിലാക്കുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്റെ, പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി. എത്രയോ വിലപ്പെട്ടതാണ് ആത്മീയ ശുശ്രൂഷ. അപ്പൊ ആ ശുശ്രൂഷയുടെ ഗൗരവം മനസ്സിലാക്കി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതിൽ കൃപാവരങ്ങളുടെ കാര്യം, അത് നമുക്ക് അടുത്തൊരു ദിവസം പറയാം.
നാളെ പറയാം കൃപാവരങ്ങളെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും ദൈവത്താൽ ആക്കവെക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്ക് അവരെ ഏൽപ്പിച്ചത് എന്താണ് എന്ന് മനസ്സിലാകാനുള്ള ഒരു വലിയ ബോധ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിയുക. അതെ, ഓരോരുത്തരെയും ആ നിലയിൽ നിന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ഇവിടെ പറയുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ഒരു ദൈവമാണ് എന്നെ പുറകിൽ. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ മാത്രമാണ്. എല്ലാം ചെയ്തത് ദൈവമാണ്. ഈ കർത്താവിന്റെ അടുക്കൽ കർത്താവ് രൂപം പറയുമ്പോൾ എല്ലാം ചെയ്തിട്ട് ചില ദാസന്മാർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ അപ്രയോജന ദാസന്മാർ, ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല. നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനെ സേവിച്ചിട്ട് നമുക്ക് പറയാം ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ 18-ാമത്തെ ദിവസം ദൈവരാജ്യ കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ ഓരോ ദേശത്തിലും എഴുന്നേൽക്കട്ടെ. അതിനാവശ്യമായ ഒരു അഭിഷേകം, ദർശനം, കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിൽ സഭകൾ പണിയാൻ വേണ്ടിയല്ല, ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ പോയി ആസിയിൽ പ്രസംഗിക്കരുതെന്ന് വിലക്കി മാസിഡോണിയയിലേക്ക് അയച്ചതുപോലെ നിങ്ങളുടെ കംഫർട്ട് സോണുകളിൽ നിൽക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ പോയി ദൈവരാജ്യത്തിന്റെ സഭകൾ പണിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനു വേണ്ടുന്ന എല്ലാ അഭിഷേകങ്ങളും ദൈവം നിങ്ങളുടെ മേലിടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.